മാർച്ച് 3-നാണ് ഇത്തവണത്തെ ആറ്റുകാൽ പൊങ്കാല വരുന്നത്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് നമ്മൾ ദേവിക്ക് സമർപ്പിക്കുന്ന വഴിപാടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ശർക്കര പായസം. ശർക്കര പായസം കൂടാതെ നമുക്ക് പാൽപ്പായസമോ വെള്ളപ്പായസമോ ഒക്കെ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇന്ന് ശർക്കര പായസമാണ് ഉണ്ടാക്കുന്നത്. ചെമ്പാപ്പച്ചരി വെച്ചിട്ടാണ് നമ്മൾ ശർക്കര പായസം ഉണ്ടാക്കുക. ഞാനിപ്പോൾ ഒരു 200 ഗ്രാം അരിക്കുള്ള പായസമാണ് ഉണ്ടാക്കുന്നത്. 1 കപ്പ് അരിയുണ്ട്. ഇത് 2-3 തവണ നന്നായിട്ടൊന്ന് വെള്ളമൊഴിച്ച് കഴുകിയെടുക്കാം. പൊങ്കാല ഇടുമ്പോൾ എപ്പോഴും നമ്മൾ പുതിയ മൺകലവും ചിരട്ടത്തവിയൊക്കെ എടുക്കുന്നതാണ് നല്ലത്. മൺകലം ഞാനിപ്പോൾ കഴുകി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 5 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മളിത് പായസം ആയി കഴിഞ്ഞിട്ട് അടുപ്പിൻ്റെ ചൂടിൽ കുറച്ച് നേരം ഇരിക്കുമ്പോഴേക്കും പായസം നന്നായിട്ട് കുറുകി വറ്റി വന്നോളും. വെള്ളം ഇത് നല്ലോണം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അരി നമുക്ക് കഴുകി കലത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഇളക്കേണ്ട ആവശ്യമില്ല. നല്ലോണം തിളച്ച് വന്നോട്ടെ. തിളച്ചത് അടുപ്പിലേക്ക് തൂകുന്നുണ്ട്. ഇനി ഇളക്കി കൊടുക്കാം. എന്തായാലും ഒരു 10-15 മിനിറ്റിനുള്ളിൽ അരി വെന്ത് വരുവേ. നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഞെക്കി നോക്കേണ്ട ആവശ്യമില്ല. തവിയിൽ ഇതുപോലെ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് കാണാം അരി ഇതുപോലെ വെന്ത് വളർന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ശർക്കര ചേർത്ത് കൊടുക്കാം. അരി നമ്മൾ 200 ഗ്രാം അല്ലേ എടുത്തിട്ടുണ്ടായിരുന്നത്. ശർക്കര ഒരു 300 ഗ്രാം എടുത്തിട്ടുണ്ട്. പാകത്തിനുള്ളൊരു മധുരമാണ്. കൂടുതൽ മധുരം വേണ്ടവർക്ക് അതിനനുസരിച്ച് കൂട്ടിയിട്ട് കൊടുത്താൽ മതി. ശർക്കര നമുക്ക് ഇതുപോലെ വീട്ടിൽ നിന്ന് ചീകിയെടുത്ത് കൊണ്ടുപോകാം. അതല്ലെങ്കിൽ അവിടെ പോയിരുന്നിട്ട് ചീകിയെടുത്താലും മതി. ഇനി ശർക്കരേൻ്റെ മധുരമൊക്കെ അരിയിലേക്ക് പിടിച്ചോട്ടെ. ഇളക്കി കൊടുക്കാം. ഇതൊക്കെ പെട്ടെന്ന് തന്നെ ആവേ. കാരണം അടുപ്പിന് നല്ല ചൂടായിരിക്കുമല്ലോ. കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒരു 4-5 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. നമുക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ ചേർക്കാം. ഇനി ഇതുപോലെ നല്ലൊരു കൈപ്പിടി തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ നന്നായിട്ട് പഴുത്ത കദളിപ്പഴം അതല്ലെങ്കിൽ നല്ല മധുരമുള്ള ഞാലിപ്പൂവൻ പഴമൊക്കെ ഇതുപോലെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. പൊങ്കാലയ്ക്ക് നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പോ മുന്തിരി ഒന്നും ഇടണമെന്നില്ല. നമ്മൾ ഏറ്റവും ലളിതമായിട്ടുള്ള പായസമാണ് ഉണ്ടാക്കുന്നത്. ഏലക്ക മാത്രം ഒന്ന് കഴുകിയിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചിടുന്നുണ്ട്. അല്ലെങ്കിൽ പൊടി വേണമെങ്കിൽ ഇടാം. അല്ലെങ്കിൽ ഇത് വെറുതെ അതിൻ്റെ ഉള്ളിൽ നിന്ന് തോല് പൊളിച്ച തരി മാത്രം ഇട്ട് കൊടുത്താലും മതി. എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ശർക്കര പായസം റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് ലൂസായിട്ടാണുള്ളത്. നമ്മളിത് വാഴയില വെച്ചിട്ട് അടച്ച് കുറച്ച് നേരം വെക്കും. കാരണം ഇതിലേക്ക് നമ്മൾ തീർത്തൊക്കെ തളിക്കാനുണ്ടല്ലോ. അതൊക്കെ തളിക്കാനായിട്ടുള്ള സമയമാകുമ്പോഴേക്കും ഇതിവിടെ ഇരുന്ന് അടുപ്പിൻ്റെ ചൂടിന് നന്നായിട്ട് മൺകലത്തിലിരുന്ന് കുറുകി വന്നോളും. അങ്ങനെ നമ്മുടെ പായസമൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ശർക്കര പായസം പാൽപ്പായസം വെള്ളപ്പായസമൊക്കെ കൂടാതെ നമുക്ക് മണ്ടപ്പുറ്റും തെരളിയപ്പൊക്കെ ഉണ്ടാക്കാം. ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇതിന് മുൻപേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. ഓരോ നിവേദ്യത്തിനും ഓരോ ഫലങ്ങളാണ് പറയാറുള്ളത്. ശർക്കര പായസം സർവ്വ ഐശ്വര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അർപ്പിക്കാറുള്ളത്.